ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഷോപ്പിങ്ങിന് ഞങ്ങൾ പോണത് എറണാകുളത്താണ്. ഞങ്ങൾ ഇങ്ങനെ ബസ്സിലോ അല്ലെങ്കിൽ വണ്ടിയിലോ ഒക്കെയാണ് ഷോപ്പിങ്ങിനും എല്ലായിടത്തും കറങ്ങാനൊക്കെ പോവാറ്. ഇത്തവണ ഞങ്ങൾ മാറ്റി പിടിക്കാൻ വെച്ചു. ഞങ്ങൾ ഇത്തവണ പോണത് ട്രെയിനിനാണ് ഗൈസ്. ട്രെയിനിന് പോയി ഞാൻ സത്യം പറഞ്ഞാൽ ട്രെയിനിൽ കയറിയിട്ടില്ല. ഞാൻ പണ്ട് എനിക്ക് ട്രെയിനിൽ കയറണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഗുരുവായൂർക്ക് കൊണ്ടുപോയിട്ടുണ്ട് ട്രെയിനിൽ. അല്ലാണ്ട് ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല. ഞാനപ്പോൾ അത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ട്രെയിനിൽ, എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ട്രെയിനിൽ കയറാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാനും വന്നതിനും അപ്പോൾ ബൈക്കുമ്മേ കല്ലറ്റിൻകരയിലെത്തി. അപ്പോൾ അവർ രണ്ടുപേരും കല്ലറ്റിൻകര സമയത്തിനെത്തി. അപ്പം ഞങ്ങൾ ട്രെയിനിന് ടിക്കറ്റൊക്കെ എടുത്തു. 10 മണിക്കാണ്ടാന്ന് തോന്നുന്നുണ്ട് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയിരുന്നു 1 മണിക്കൂർ. എവിടെ ചെന്നാലും നമുക്ക് പണി കിട്ടുമല്ലോ. അപ്പോൾ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം വർത്താനവും കത്തിയൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി. അപ്പോൾ ട്രെയിനിൽ നമ്മൾ നമ്പർ 20 മദ്രാസ് മെയിൽ മാതിരി മോഹൻലാലും മമ്മൂട്ടി ഒരു റൂമിൽ ചില്ലായിട്ടിരുന്ന് നല്ല ആയിട്ട് അടിപൊളിയായിട്ട് സംസാരിച്ചിരിക്കണു. അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഇമാജിനേഷൻ. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ നല്ലൊരു തിരക്കുള്ള ട്രെയിനിലായിരുന്നു കയറിയിരുന്നത്. അതുകൊണ്ട് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല ട്രെയിൻ യാത്ര. നിന്ന് പോന്നു. കുറച്ച് നേരമൊക്കെ ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി. അപ്പോൾ അങ്ങനെ ട്രെയിനിലൊക്കെ എത്തി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഞങ്ങൾ പോയത് പോത്തീസിലേക്കാണ്. പോത്തീസിൽ ഞങ്ങൾ സാരി എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ പോത്തീസിൽ ചെന്ന് അവിടെ ഇറങ്ങിയപ്പോൾ സാരി എടുക്കാനല്ല ഞങ്ങൾ ആദ്യം തന്നെ പോയത്. ഞങ്ങൾ അവിടുത്തെ സൈഡിലൊരു അടിപൊളി ഷോപ്പ് ഉണ്ടായിരുന്നു, കോഫി ഷോപ്പ്. അവിടുന്ന് ഞങ്ങൾ കോഫിയും സമൂസയും പിന്നെ ചിക്കൻ്റെ എന്തോ സാധനമൊക്കെ കഴിച്ച് അവിടുന്ന് ഞങ്ങൾ പതുക്കെ പോത്തീസിലേക്ക് കയറി. അവിടെ 3 പേര് ഭയങ്കര ഡിസ്കഷനിലാണ് ഗെയ്സ്. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ സിൽവർ സെറിയിലുള്ള സാരി. അപ്പോൾ നമ്മൾ സിൽവർ സെറിയുടെ എടുക്കണോ ഗോൾഡൻ സെറിയുടെ എടുക്കണോ? അപ്പോൾ സിൽവർ സെറി എടുത്താൽ നമ്മൾ എന്ത് ഓർണമെൻറ്റ്സ് ഇടും എന്നുള്ള ഒരു ഡിസ്കഷനിലായിരുന്നു. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു നമ്മൾ ഗോൾഡൻ്റെ തന്നെ എടുക്കാം, വെഡ്ഡിങ് അല്ലേ, അപ്പോൾ ഒന്ന് തിളങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഗോൾഡൻ്റെ തന്നെ എടുത്തു. ഗോൾഡൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ വീണ്ടും ഡിസ്കഷനിലായിരുന്നു. ഏത് കളർ എടുക്കണം, ഡിസൈൻ ഒരുപോലെ വേണോ അതോ കളർ ഒരുപോലെ വേണോ, അങ്ങനെയുള്ള പലതരം ഡിസ്കഷനിലായിരുന്നു. അവിടെ നിന്ന് കുറേ വലിച്ചു വാരിയൊക്കെ എടുത്തിട്ടുണ്ട്. അവസാനം ഞങ്ങൾ എല്ലാവരും ഏകദേശം ഒരേ കളർ തന്നെ സാരി എടുത്തു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരേ കളർ സാരിയൊക്കെ എടുത്ത് ഏകദേശം ഒരേ കളർ സാരിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോന്നു. പിന്നെ ഞങ്ങൾ ജെൻസിൻ്റെ സെക്ഷനിൽ പോയി. അവിടെ 2-3 ഷർട്ടൊക്കെ വാങ്ങിച്ചു. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിൽ പോയി. ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ ചുരിദാർ ടോപ്പിൻ്റെ സെക്ഷനിൽ പോയി. അവിടുന്ന് കുറച്ച് ചുരിദാറൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കോംബോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ചുരിദാറിൻ്റെ ടോപ്പൊക്കെ എടുത്തു. പിന്നെ പോത്തീസിലുണ്ടല്ലോ നമ്മൾ ഞാൻ വിചാരിച്ചത് ആദ്യം കല്യാൺ മാതിരിയൊക്കെ ഡ്രസ്സിൻ്റെ മാത്രം ഒരു ഷോപ്പാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്താ പറയുക, ഇലക്ട്രോണിക് ഉണ്ട്, ഗ്രോസറീസ് ഉണ്ട്, പാത്രങ്ങൾ, കോസ്മെറ്റിക്സ്, അങ്ങനെ എല്ലാ തരം സംഭവങ്ങളും പോത്തീസിലുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ കൂപ്പൺ കിട്ടിയിരുന്നു. അപ്പോൾ അവിടുത്തെ താഴത്തെ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഇത്ര രൂപയുടെ കൂപ്പണായിരുന്നു. അപ്പോൾ അതിനുള്ള ഇതൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അവിടെ ഉണ്ടല്ലോ നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു ബ്ലൗസിൻ്റെ സെക്ഷനിൽ, റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ സെക്ഷനിൽ. നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് പാഡ് വെച്ചിട്ടുള്ള ബ്ലൗസിന് 150 രൂപ. ചെറിയ സൈസുള്ള പിള്ളേർക്കാണ് പറ്റുള്ളൂ കേട്ടോ. 32, 34 അതൊക്കെയാണ് ഉള്ളത് സൈസ്. പക്ഷേ നല്ല ഓഫറായിരുന്നു. നല്ല അടിപൊളി ബ്ലൗസുകളായിരുന്നു. ഞാനപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു. എനിക്കല്ല, മീനാക്ഷിക്ക് വേണ്ടി വാങ്ങിച്ചു. അതിൽ കപ്പൊക്കെ ഉണ്ട്. പക്ഷേ കപ്പൊക്കെ എടുത്ത് കളഞ്ഞ് അവൾക്ക് ബ്ലൗസായിട്ട് ഇടാം. ഞാനത് ഇനി എപ്പോഴെങ്കിലും കാണിക്കുമ്പോൾ ഞാൻ പറയാട്ടെ പോത്തീസിൽ നിന്ന് മേടിച്ചതാന്ന്. അങ്ങനെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ നെയ്ച്ചോറും പിന്നെ ഫ്രൈഡ് റൈസും ചിക്കനും സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചു. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ നേരെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിൽ പോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മെട്രോയിൽ കയറിയിട്ടില്ല. അപ്പോൾ ആ ആഗ്രഹം കൂടി നമുക്ക് സാധിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറി ആലുവയിൽ ഇറങ്ങി. ആലുവയിൽ നിന്ന് ഞങ്ങൾ ട്രാൻസ്പോർട്ടിൽ വീട്ടിൽ പോവാം എന്നാണ് വിചാരിച്ചത് പെട്ടെന്ന്. പക്ഷേ
പണിപാളി. ഞങ്ങളുടെ വണ്ടിയൊക്കെ കല്ലറ്റുങ്കരയല്ലേ ഇരിക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കല്ലറ്റുങ്കര പോകണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മെട്രോയിൽ കയറി ആലുവയിൽ ഇറങ്ങി. ആലുവയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കല്ലറ്റുങ്കര വന്നിറങ്ങി. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ട്രെയിൻ യാത്രയും മെട്രോ യാത്രയൊക്കെ സാധിച്ചിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ എൻ്റെ പൊന്നോ നല്ല തിരക്കായിരുന്നു. കാലത്തെ തിരക്കല്ല, വൈകുന്നേരം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഓടിയിട്ടാണ് ട്രെയിനൊക്കെ കിട്ടിയത്. അങ്ങനെ ചാടി കയറി ട്രെയിനിൽ കയറി അവിടെയും ഫുൾ ടൈം നിന്നിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയിരുന്നില്ല. ഞങ്ങൾ വെക്കേഷനിൽ ഫാമിലിയായിട്ട് ട്രിപ്പ് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അതൊന്നും നടന്നിരുന്നില്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി പെട്ടെന്ന് തീരുമാനിച്ച്, തലേ ദിവസം തീരുമാനിച്ച് പിറ്റേ ദിവസം പോയതാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിയുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് തെരപ്പാര കറങ്ങി നടന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും ഇരുട്ടായി ഗൈസ്, രാത്രി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.